നമ്മൾ രാവിലെ എഴുന്നേറ്റ് പ്രഭാതത്തിലെ ചായയോടൊപ്പം മൊബൈൽ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ന്യൂസ് ഫീഡിൽ ഒരിക്കലെങ്കിലും ഈ വാർത്ത വരും. ഏതെങ്കിലും ഒരു ഹതഭാഗ്യൻ ജിമ്മിൽ എക്സസൈസ് ചെയ്യുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു കാര്യം. നമ്മൾ അടുത്തതായി ചിന്തിക്കുന്ന കാര്യം എന്താണ്? ഇനി മുതൽ ഒരു വ്യായാമവുമില്ല, ജിമ്മുമില്ല, ജീവനാണ് പ്രധാനം എന്നുള്ളത്. സത്യത്തിൽ അങ്ങനെയാണോ? തീർച്ചയായും ഇല്ല. കൃത്യമായുള്ള വ്യായാമം ഹൃദയാരോഗ്യത്തിന് അത്യുത്തമം തന്നെയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്? പെട്ടെന്ന് വരുന്നൊരു മോട്ടിവേഷനാണ് ജിമ്മിൽ പോയി ആരോഗ്യം നന്നാക്കാം എന്നുള്ളത്. നമ്മൾ പെട്ടെന്ന് മുന്നിൽ കാണുന്നത് ആരാണ്? ആരോഗ്യത്തോടെ ഇരിക്കുന്ന ജിമ്മിലെ ട്രെയിനറെയാണ്. നമ്മൾ മനസ്സിലാക്കുക, അദ്ദേഹം ഒരു രാത്രി കൊണ്ട് അതുപോലെ ആയതല്ല. മാസങ്ങളോളം അഥവാ വർഷങ്ങളോളം കൃത്യമായ ഒരു വ്യായാമത്തിലൂടെ അദ്ദേഹം ആ ആരോഗ്യത്തിലേക്ക് എത്തിയതാണ്. അപ്പോൾ നമ്മൾ ജിമ്മിൽ പോവുകയാണെങ്കിൽ കൃത്യമായ ഒരു വ്യായാമ രീതി അത്യാവശ്യം തന്നെയാണ്. കൃത്യമായ ഒരു വാമം, നമ്മളുടെ എക്സസൈസ് തുടങ്ങുന്നതിന് മുമ്പേ ചെറിയ ഒരു വാമം. ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ട്രെയിനറുടെ സഹായത്തോടു കൂടി നമ്മൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഒരു എക്സസൈസ് രീതി. എക്സസൈസ് കഴിഞ്ഞാൽ കൃത്യമായ ഒരു കൂൾ ഡൗൺ. ഇത് മൂന്നും ചേർന്നാലേ നല്ലൊരു വർക്കൗട്ട് ആവുന്നുള്ളൂ. പെട്ടെന്ന് വന്ന് ചാടിക്കേറി നമ്മളുടെ വ്യായാമത്തിലേക്ക് പോവുകയും അത് കഴിഞ്ഞ ഉടനെ തന്നെ വേഷം മാറ്റി നമ്മുടെ സാധാരണ രീതിയിലേക്കും പോവുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി കൂടുകയും അതോടൊപ്പം തന്നെ സാധാരണ നിലയിലേക്ക് വരികയും ചെയ്യണം. അതിനുള്ള അവസരമാണ് ഈ വാമപ്പും കൂൾ ഡൗണും. ഇനി കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഒന്ന്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ മുതലായവ നിയന്ത്രണത്തിൽ അല്ലാത്തവർ, ചെറിയ എക്സസൈസ് ചെയ്യുമ്പോൾ പോലും കിതപ്പുള്ളവർ, കുടുംബത്തിൽ പെട്ടെന്നുള്ള കുഴഞ്ഞു വീണുള്ള മരണം, നമ്മളുടെ അടുത്ത ബന്ധുക്കളിലെല്ലാം ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദ്രോഗം, ഇങ്ങനെയുള്ളവർ ഒരു എക്സസൈസ് തുടങ്ങുന്നതിന് മുമ്പേ തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ട് നമ്മുടെ ഹൃദയാരോഗ്യം ഉറപ്പുവരുത്തുക. ഓർക്കുക, വ്യായാമം അന്നും ഇന്നും എന്നും ഹൃദയാരോഗ്യത്തിന് അത്യുത്തമം തന്നെയാണ്.